ഇതൊരു JBL 1100 വാട്ട്സ് സബ്വൂഫറാണ്. അപ്പോൾ തൽക്കാലം നമ്മളിതിനെ 275 വാട്ട്സ് RMS ഉള്ള ഒരു സ്പീക്കർ അല്ലെ ഒരു വൂഫർ എന്ന് പറയാം. ഇതൊരു 15 ഇഞ്ച് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ട് ഫിഡക്കിൻ്റെ 8 ohms RW0388R ഇങ്ങനെ ഒരു നമ്പറാണ് കാണുന്നത്. അതുപോലെ 155B8K49-5. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റയാണ് ഇതിൻ്റെ മുകളിൽ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ. ഇതൊരു പഴയ ഒരു സ്പീക്കറാണ്, നമ്മൾ സർവീസ് ചെയ്ത് നന്നാക്കി എടുത്താണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ആ JBLലെ ആ സ്പീക്കർ ഡാറ്റ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ട 275 വാട്ട്സ് RMS ഡാറ്റ വെച്ചിട്ടും ഇതിൻ്റെ മുകളിൽ നേരത്തെ കണ്ട ഡാറ്റ വെച്ചിട്ടും നമുക്ക് ഇത് ബേസ് ഉള്ള സ്പീക്കറാണ്, ബേസ് കുറവുള്ള സ്പീക്കറാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഇത് ചോദ്യം വന്നത് നമ്മളൊരു സബ്സ്ക്രൈബറുടെ വകയാണ്. അതായത് ഒരു സ്പീക്കറിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കണക്കുകൾ ആ നമ്പറുകളൊക്കെ വെച്ചിട്ട് അതൊരു ബേസ് നല്ല ബേസ് കിട്ടുന്ന സ്പീക്കറാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ അത് നല്ലൊരു വെറൈറ്റി ചോദ്യമാണ്. ആ ചോദ്യം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഈ കാണിച്ച ആ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, സ്പീക്കറിൻ്റെ ബാക്കിലുള്ള ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ആ സ്പീക്കറിന് നല്ല ബേസ്, അതായത് നല്ല അടിപൊളി ബേസ് കിട്ടൂലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു വിധത്തിലുള്ള എല്ലാവിധ സെർച്ചും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ടും അല്ലാതെയും എല്ലാവിധ ലെവലിലും ഞാൻ സെർച്ച് ചെയ്തിട്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു ഡാറ്റേൻ്റെ ഒരു ഐഡിയ കിട്ടില്ല. ആ ഒരു സംഭവം തിരഞ്ഞിട്ട് ആ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ 100 വാട്ട്സ് ആണ് റേറ്റിംഗ് എന്ന് വെച്ചാൽ 100 വാട്ട്സ് 8 ohms ആണ് ആ സ്പീക്കർ, 12 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ബേസ് കിട്ടുന്ന സ്പീക്കറാണോ എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അപ്പോൾ ബേസ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാലേ അത് ബേസ് കിട്ടുന്ന സ്പീക്കർ ആണോ എന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആ സ്പീക്കറിൽ നിന്ന് എങ്ങനെ ബേസ് കിട്ടുമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, നമുക്കൊരു റൂട്ട് കിട്ടുള്ളൂ. അതായത് ഏത് തരത്തിലുള്ള ആംപ്ലിഫയറോ അല്ലെ ഏത് തരത്തിലുള്ള ബോക്സ് ആ സ്പീക്കറിന് വേണ്ടി ചെയ്താലാണ് ഇന്ന് ബേസ് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സ്പീക്കർ ഇതൊരു 15 ഇഞ്ച് സ്പീക്കറാണ്. അപ്പോൾ ഇതിന്ന് നല്ല ബേസ് കിട്ടും, സൂപ്പർ ബേസ് കിട്ടും. പക്ഷേ എന്തൊക്കെ കൊടുക്കണേന് എന്നാലേ ആ ബേസ് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ലേ? എന്തെല്ലാം തരത്തിലുള്ള പൈസ ചിലവാക്കണം, എന്തെല്ലാം തരത്തിൽ അതിൻ്റെ ബോക്സ് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ മുകളിൽ ആംബിയർ വോൾട്ടേജ്, ആ ടോണ്, ഈ ബോക്സിനകത്ത് വരുന്ന ക്രോസ് ഓവർ, പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ടോൺ കൺട്രോൾ ഏതൊക്കെ വെക്കണം, ഏത് ലെവലിലുള്ള ടോൺ കൺട്രോൾ വെക്കണം, മിഡ്, ഹൈ, ലോ, ഇതെല്ലാം വേണ്ടി വരുമോ ഇല്ലേ, അതൊക്കെ അതാത് ആ ആവശ്യത്തിൻ്റെ ആ ഒരു തീരുമാനം പോലെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇതുവരെ അങ്ങനെ ആരും ചോദിച്ച് അങ്ങനെ ഒരു അഭിപ്രായത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്നോട് ആരും ഈ സ്പീക്കറിന് ബേസ് കിട്ടുമോ ചോദിച്ചാൽ കിട്ടും. ആ സ്പീക്കറിന് ബേസ് കിട്ടൂലേ? ലേശം കുറവായിരിക്കും. നമ്മളതെങ്ങനെ പറയുന്നത്? 5 ഇഞ്ചോ 4 ഇഞ്ചോ ചെറിയ ഒരു തരം സ്പീക്കറാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ സാറ്റലൈറ്റ് സ്പീക്കേഴ്സോ അല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പീക്കർ ബോക്സിൽ വരുന്ന സ്പീക്കറാണ്. അപ്പോൾ അതിൽ നിന്ന് ബേസ് കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ബേസ് കിട്ടില്ല. നമുക്ക് കാണുമ്പോൾ പറയാം അത് വർക്ക് ചെയ്യിച്ചാൽ ബേസ് കിട്ടില്ല. കിട്ടുന്ന വളരെ കുറഞ്ഞ തരത്തിൽ ബേസ് കിട്ടും. നമുക്ക് ആ ഒരു ലെവൽ അതിൽ നിന്ന് വരുന്ന SPL-അനുസരിച്ചിട്ടുള്ള ബേസ് കിട്ടും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വൈബ്രേഷൻ അത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നുകിൽ വലിയ ടൈപ്പ് ഏതെങ്കിലും ഡ്രൈവർ വേണം, അല്ലെങ്കിൽ നമ്മൾ സബ്വൂഫർ വെക്കണം. സബ്വൂഫറിൻ്റെ ബേസ് എന്ന് പറയുന്നത് വേറെ, നമ്മുടെ സാധാ സ്പീക്കേഴ്സ് നിന്ന് ചാനലിൽ കൂടെ വരുന്ന ബേസ് എന്ന് പറയുന്നത് അത് വേറെ. ഈ ചാനലിൽ കൂടെ വരുന്ന ബേസിനെ സപ്പോർട്ട് ചെയ്തിട്ട് സബ് ചെയ്തിട്ട് അതിൻ്റെ ഡീപ്നെസ്, അതിൻ്റെ ലോ ലെവൽ ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നേരെ താഴെയുള്ള എല്ലാ ഫ്രീക്വൻസികളും ഡെലിവർ ചെയ്യാൻ നമ്മൾ സബ്വൂഫർ ഉപയോഗിക്കുന്നു. അപ്പോൾ സബ്വൂഫറിൻ്റെ ആ ഒരു ആവശ്യം ആ ലോ ലെവൽ കിട്ടാനാണ്. അതിൽ നിന്ന് ഹൈ ലെവൽ കിട്ടില്ല. ആ തരത്തിലാണ് അതിൻ്റെ കോയിലും അതിൻ്റെ പേപ്പറും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളത് സബ്വൂഫറിന് എടുക്കുന്നത്. പകരം ഇങ്ങനെ ഒരു സാധനം സാധാരണ ഇങ്ങനെയുള്ള ഒരു സ്പീക്കർ വെച്ചിട്ട് നമുക്ക് സബ്വൂഫർ ഉണ്ടാക്കിയാൽ ആ ഒരു എഫക്റ്റ് കുറവാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു തീരുമാനത്തിലെത്താം. എന്താണെന്ന് വെച്ചാൽ ആ സ്പീക്കർ, ഈ തരം സ്പീക്കേഴ്സിന് സബ്വൂഫറിൻ്റെ ഒരു വർക്ക്, ഒരു ഫങ്ഷൻ നടക്കില്ല. ഈ തരം സ്പീക്കേഴ്സിന് സബ്വൂഫറിൻ്റെ ബേസ് കിട്ടില്ല. സബ്വൂഫറിൽ നിന്ന് ഈ തരം സ്പീക്കറിൻ്റെ ടോൺ കിട്ടില്ല, സൗണ്ട് ലെവൽ കിട്ടില്ല. ഇതിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽഡ് ഓഡിയോ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് ഓർക്കസ്ട്രയിലുള്ള മറ്റെല്ലാ ഡിവൈസും നമുക്ക് കേൾക്കാൻ പറ്റും. ആ പ്ലേ ചെയ്യുന്ന എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അതൊക്കെ ഇതിലൂടെ കേൾക്കാം. പകരം സബ്വൂഫറിൽ കൂടി നമുക്കതൊന്നും കേൾക്കാൻ കുറവായിരിക്കും. നമ്മൾ ഫിൽട്ടർ ചെയ്തില്ല, അതായത് നമ്മൾ അതിനകത്ത് ലോ ഫ്രീക്വൻസി മാത്രം കിട്ടുന്ന രൂപത്തിലുള്ള ടോൺ കൺട്രോൾ വെക്കും, അല്ലെങ്കിൽ സബ്വൂഫർ ഫിൽട്ടർ വെക്കും. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് ലോ മാത്രമേ ചെല്ലുന്നുള്ളൂ, ബാക്കിയെല്ലാം കട്ടായി പോകുന്നു. അതിന് പകരം അതിലേക്ക് കൊടുത്തു നോക്കിയേ, അല്ലാതെ സാധാരണ ലെവലിൽ. എന്നാലും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലെവലല്ല അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന സ്പെസിഫൈഡ് ആവശ്യങ്ങൾക്കായതുകൊണ്ട് അത് നമുക്ക് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിലും
മറ്റൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് ബേസ് കിട്ടും, ഇതിൽ നിന്ന് ബേസ് കുറയും, ബേസ് കിട്ടില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഒരു ഡാറ്റ അനുസരിച്ചിട്ട് അത് ബേസ് കിട്ടില്ല എന്ന് പറയാൻ ലേശം പ്രയാസമാണ്. ഇനി ആ ഡാറ്റ അനുസരിച്ചിട്ട് ബേസ് കിട്ടൂല എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലോ ഏതെങ്കിലും ഒരു ചാനലിലോ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാറ്റ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലിടുക. അപ്പോൾ അത് എനിക്കും മനസ്സിലാവും, ചോദിച്ചവർക്കും മനസ്സിലാവും, ഒരുപാട് ആൾക്ക് ഉപകാരം. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിച്ചില്ല, അങ്ങനെ ഒരു ആവശ്യം എനിക്കിട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി എനിക്ക് അത്ര വ്യക്തമായിട്ട് പറയാനില്ല. നമ്മൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഞാനിവിടെ പറയുന്ന ഓരോ വീഡിയോയും ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്, എൻ്റെ അനുഭവം ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനൊരു ചോദ്യം നമ്മളെ മനസ്സിലില്ലായിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ ഇല്ലാത്തത്. അപ്പോൾ അത് ഒരുപാട് പേര് ചിന്തിക്കുമോ, അത് ഇന്ന ഡാറ്റ ഉള്ള സ്പീക്കറിന് ഇത്ര ബേസ് കിട്ടും, ഇന്ന ഡാറ്റ ഉള്ള സ്പീക്കറിന് ഇത്ര ലെവലിലെ ബേസേ കിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. അപ്പോൾ ആ ചോദ്യം കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് ഈ വീഡിയോയിൽ നമ്മളിത് ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ അടിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.